സോഷ്യൽ സയൻസ് ഒന്നാം അധ്യായത്തിലെ മുഗൾ ഭരണകാലഘട്ടത്തിലെ ചില സവിശേഷതകളാണ് ഇന്നലെ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. ഇനിയും അടുത്തത് മുഗൾ കാലഘട്ടത്തിലെ സാംസ്കാരിക സമന്വയം, അതായത് കൾച്ചറൽ പരമായിട്ടുള്ളൊരു കൂടിച്ചേരലുകൾ, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സാംസ്കാരിക സമന്വയം. അപ്പോൾ പുസ്തകം എടുക്കുക. ചിത്രത്തിൽ മഹാഭാരതം പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ട കൊടുത്തിട്ടുണ്ട്. മഹാഭാരതം പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകത്തിൻ്റെ പുറംചട്ട. ഇത് രചിച്ചത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണ്. ആരാണ് മഹാഭാരതം പേർഷ്യയിലേക്ക് തർജ്ജമ ചെയ്തത്? ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ. കഴിഞ്ഞ കൊല്ലം 6ാം ക്ലാസ്സിൽ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. അപ്പോൾ മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ പല മേഖലകളിലും സാംസ്കാരിക സമന്വയത്തിൻ്റെ കൂടിച്ചേരലുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെ ഉദാഹരണങ്ങൾ? താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ, അതായത് ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെയും മുഗളന്മാർ ഇങ്ങോട്ട് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യ ശൈലിയുടെ ഉദാഹരണങ്ങളാണ് താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. അപ്പോൾ ഉറുദു എന്നൊരു പുതിയ ഭാഷ രൂപപ്പെട്ടത് ഇക്കാലത്താണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷ ഇത് രണ്ടും കൂടിച്ചേർന്നാണ് ഉറുദു എന്നുള്ള ഒരു പുതിയ ലാംഗ്വേജ് രൂപപ്പെട്ടത്, ഫോം ചെയ്തത്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഫോം ചെയ്തതും ഈ ഒരു കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന ആ പേർഷ്യൻ മ്യൂസിക്കും ഇന്ത്യയുടെ മ്യൂസിക്കും കൂടി ചേർന്നതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, താജ്മഹലിൻ്റെയും ആഗ്ര കോട്ടയുടെയും. അപ്പോൾ ഇതൊക്കെ മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ അഥവാ സമന്വയങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഈ താജ്മഹലും ഈ ആഗ്ര കോട്ടയും, ഈ 2 ചിത്രങ്ങൾ. ഇനി വിജയനഗര ഭരണം. നമ്മൾ മുഗൾ ഭരണത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറച്ച് പഠിച്ചു. ഇനി അടുത്തത് വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. അതായത് ഡൽഹി സെൻറ്റർ ഓഫ് പവറാക്കി മുഗൾ ഭരണം നടന്നു. ആ കാലഘട്ടത്തിൽ തന്നെ സൗത്ത് ഇന്ത്യയിലും ഡിഫറൻ്റ് ആയിട്ടുള്ള രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം അതായത് വിജയത്തിൻ്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. വിജയനഗരം എന്ന് പറയുന്ന ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. 1565 CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. ജനങ്ങളുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിലാണ് നിലനിന്നത്.
1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഈ ഹംപിയുടെ അവശിഷ്ടങ്ങൾ റിമൈൻസ് എല്ലാം കണ്ടെത്തിയത്. ആരാണ്? കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞു. ഇനി താഴെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരം. ആ ഭൂപടത്തിൽ ഒരു ചോദ്യമുണ്ട്. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ മാപ്പ് നിരീക്ഷിച്ചിട്ട് ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. 3 കൊടുക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 പറയാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കുക. ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. അപ്പോൾ 3 ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഇന്നത്തെ ഗുജറാത്തിലുള്ളതായിരുന്നു. അന്ന് അഹമ്മദാബാദ് ഇന്നത്തെ ഗുജറാത്തിലാണ്. അന്നത്തെ ദൗലത്താബാദ് ഇന്ന് മഹാരാഷ്ട്രയിലാണ്. ഗ്വാളിയർ ഇന്ന് മധ്യപ്രദേശിലാണ്. ബാക്കി ഭൂപടം നോക്കി കണ്ടുപിടിക്കുക. ഇനി വിജയനഗര രാജാക്കന്മാർ. വിജയനഗരം ഭരിച്ചിരുന്ന രാജാക്കന്മാർ, അവരുടെ രാജവംശത്തിൻ്റെ പേരും ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പേരുകളുമാണ് ഇനി പറയുന്നത്. ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. സംഗമരാജവംശം ഹരിഹരൻ, ബുക്കൻ. അപ്പോൾ ഈ സംഗമ ഡൈനാസ്റ്റിയിൽ ഹരിഹരനും ബുക്കനുമായിരുന്നു പ്രധാനപ്പെട്ട രാജാക്കന്മാർ. അടുത്തത് സാലുവ വംശം. ഈ സാലുവ വംശത്തിൽ നരസിംഹ സാലുവ. തുളുവ വംശം. ഈ തുളുവ ഡൈനാസ്റ്റിയിൽ ആരായിരുന്നു? വീര നരസിംഹൻ ആൻഡ് കൃഷ്ണദേവരായർ. തുളുവ വംശത്തിൽ വീര നരസിംഹൻ ആൻഡ് കൃഷ്ണദേവരായർ. അടുത്തത് അരവിട് വംശത്തിലെ രാജാക്കന്മാർ തിരുമല ആൻഡ് വെങ്കിട ഒന്നാമൻ. അപ്പോൾ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരുകളാണ് ഓരോ ഡൈനാസ്റ്റിയിലും കൊടുത്തിരിക്കുന്നത്. സംഗമ രാജവംശം ഹരിഹരൻ ആൻഡ് ബുക്കൻ, സാലുവ വംശം നരസിംഹ സാലുവ, തുളുവ വംശം വീര നരസിംഹൻ ആൻഡ് കൃഷ്ണദേവരായർ, അരവിട് വംശം തിരുമല ആൻഡ് വെങ്കിട ഒന്നാമൻ. അടുത്തത് പുസ്തകം നോക്കുക. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. CE 1336 വിജയനഗരം സ്ഥാപിച്ചത് ആരെല്ലാമായിരുന്നു? ഹരിഹരൻ ആൻഡ് ബുക്കൻ. ഇവരായിരുന്നു CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അപ്പോൾ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1509 1529 ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. 1509 1529 ഇടയ്ക്കാണ് വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെ കാലഘട്ടം. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരി, അതായത് പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്ന ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ബാർബോസ എന്ന പോർച്ചുഗീസ് സഞ്ചാരി പറഞ്ഞ വാക്കുകളാണിത്. ഒന്നുകൂടി വായിക്കാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ, അതായത് ഒരു പ്രശ്നങ്ങളുമില്ല, ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട്, അതായത് ജാതിമത ഭേദങ്ങളില്ല, തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട്
വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും ആർക്കും അവിടെ വരാം, ആർക്കും അവിടെ ജീവിക്കാം. ഈ വിജയനഗര സാമ്രാജ്യത്തിലേക്ക് ആർക്കും വരാം, ആർക്കും ജീവിക്കാം, ഏത് മതസ്ഥനും അവിടെ പ്രവേശിക്കാം. അപ്പം അങ്ങനെ യാതൊരു തടസ്സവുമില്ല. ആ സ്വാതന്ത്ര്യം രാജാവ് അവിടെ അനുവദിച്ചിരുന്നു. അപ്പം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതായിരുന്നു. അവിടുത്തെ ജുഡീഷ്യറി സിസ്റ്റം എന്ന് പറഞ്ഞതും ഈക്വലായിരുന്നു, സമത്വം നിറഞ്ഞത് ആയിരുന്നു. അപ്പോൾ വിജയനഗരത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരെ കുറിച്ച് ബാർബോസ എന്ന യൂറോപ്യൻ സഞ്ചാരി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വായിച്ചത്. അടുത്തത്, കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കൃഷ്ണദേവരായരുടെ ഭരണകാലം എങ്ങനെയായിരുന്നു? രാജ്യം വ്യാപനം, അതായത് ഒരുപാട് രാജ്യങ്ങൾ അവർ കീഴടക്കി, രാജ്യം സ്വന്തം രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. വികസനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ധാരാളം വികസനങ്ങൾ നടന്നിരുന്നു. ഒന്ന്, ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു, അമ്പലങ്ങൾ ഉൾപ്പെടെ, ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ. പിന്നെയോ തലസ്ഥാനമായിരുന്നു ഹംപി, വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി. അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം തന്നെ കോട്ടകൾ, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ ഇതെല്ലാം പണി കഴിപ്പിച്ചിരുന്നു. കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം പണി കഴിപ്പിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകത, പ്രശസ്തിക്ക് കാരണം എന്താണ്? മതസഹിഷ്ണുത, അല്ലേ? മതസഹിഷ്ണുത, എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മുഗൾ രാജവംശത്തിലെ ഭരണാധികാരിയായ അക്ബറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും മതസഹിഷ്ണുത നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹവും ഇങ്ങനെ തന്നെയായിരുന്നു, അല്ലേ? മതസഹിഷ്ണുതയ്ക്ക് ഉദാഹരണങ്ങളാണ് ഈ രണ്ട് രാജാക്കന്മാരും. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിച്ചിരുന്നു. മറ്റ് മതസ്ഥർക്ക് എല്ലാം അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കാൻ എല്ലാ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. ആ ബാർബോസ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ആർക്കും അവിടെ പ്രവേശിക്കുക, ഏത് മതസ്ഥർക്കും പ്രവേശിക്കാൻ രാജ്യത്ത് ആർക്ക് വേണമെങ്കിലും അവിടെ ജീവിക്കാം, അവരുടെ വിശ്വാസമൊക്കെ എല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാം. കൃഷ്ണദേവരായരുടെ കാലത്ത് കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അപ്പോൾ പിന്നെ എന്താണ്? ഏത് മേഖലയിലാണ്? കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളിൽ, അല്ലേ? കലയിലും സാഹിത്യത്തിലും സാംസ്കാരിക മേഖലയിലും എല്ലാം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാലിക, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. കൃഷ്ണദേവരായർ എന്ന രാജാവിന് അസാമാന്യമായ പാണ്ഡിത്യമായിരുന്നു. അദ്ദേഹം ഒരു പണ്ഡിതനും കൂടിയായിരുന്നു. അദ്ദേഹം രചിച്ച ജാമ്പവതി കല്യാണം, അമുക്തമാലിക ആൻഡ് ജാമ്പവതി കല്യാണം, ഈ കൃതികൾ രചിച്ചത് കൃഷ്ണദേവരായരായിരുന്നു. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. തെലുങ്ക്, കന്നഡ, തമിഴ് എന്നീ സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പോൾ കൃഷ്ണദേവരായരുടെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാരുടെ കൂട്ടായ്മയുടെ പേരെന്താണ്? അഷ്ടദിഗ്ഗജങ്ങൾ. അപ്പോൾ ഈ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നവരാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അവരുടെ മതനയം എങ്ങനെയൊക്കെയായിരുന്നു? അക്ബറിൻ്റെ നമ്മൾ പറഞ്ഞതാണ്. അക്ബർ മതസഹിഷ്ണുത പുലർത്തിയിരുന്നു. ഇബാദത്ത് ഖാന എന്ന ഒരു കെട്ടിടം പണി കഴിപ്പിച്ചിരുന്നു. പണ്ഡിതരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിരുന്നു. മതപണ്ഡിതരും മറ്റുള്ള ആളുകളുമായിട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ദിൻ ഇലാഹി ഓർ സുൽഹ് ഇ കുൽ എന്നൊരു ദർശനം അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നു. അപ്പം ആദ്യം കഴിഞ്ഞ ഭാഗത്ത് പഠിച്ച അക്ബറിൻ്റെ മതസഹിഷ്ണുതയെക്കുറിച്ചും ആ പാരഗ്രാഫ് എഴുതുക. പിന്നെ ഇപ്പോൾ നമ്മൾ വായിച്ച കൃഷ്ണദേവരായരുടെ മതനയം. കൃഷ്ണദേവരായരുടെ മതനയം ഇങ്ങനെ തന്നെയായിരുന്നു, അല്ലേ? എല്ലാ വിശ്വാസങ്ങളെയും
അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു, നിലനിർത്തിയിരുന്നു. ആർക്കും അവരുടെ വിശ്വാസം പിന്തുടരാമായിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫും ആ പാരഗ്രാഫും ഈ ക്വസ്റ്റ്യൻ ഉത്തരമായിട്ട് എഴുതണം. ഇനി അവിടുത്തെ ഭരണ സംവിധാനം, അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു നോക്കാം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. രാജവാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അപ്പോൾ ഈ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ, നാടുകൾ അഥവാ ജില്ലകൾ, സ്ഥലം അഥവാ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. എങ്ങനെയാണ് വിഭജിച്ചിരുന്നത്? മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമം. അത് ഭരണത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർഗീകരിച്ചിരുന്നത്. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. ഈ മന്ത്രിമാരെയൊക്കെ തരം താഴ്ത്താനും ശിക്ഷിക്കാനും ഒക്കെയുള്ള അധികാരം രാജാവിനായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പം നീതി നിർവഹണത്തിന് വേണ്ടി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. അപ്പീൽ അധികാരി എന്ന് പറയുന്നത് രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ ഗ്രാമങ്ങളിലെ പല തലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ കോടതികൾ. അതായത് നാടുകളിലുണ്ടായിരുന്നു, സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. സ്ഥലം എന്ന് പറയുന്ന ഉപജില്ല, മണ്ഡലങ്ങൾ എന്നുള്ള പ്രവിശ്യകൾ, അവിടെയെല്ലാം വിവിധ തലങ്ങളിൽ ഓരോരോ കോടതികളുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ, അവിടുത്തെ തൊഴിൽപരമായ പ്രശ്നങ്ങളും ചെറിയ കുറ്റങ്ങളൊക്കെ ഈ ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. വലിയ വലിയ കുറ്റങ്ങളൊക്കെ കൂടുതലോട്ട് അങ്ങ് പോകും. അത് സ്ഥലം, നാട്, മണ്ഡലം അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അപ്പീൽ അധികാരി എന്ന് പറയുന്നത് രാജാവ് തന്നെയായിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. അപ്പോൾ നമ്മൾ അക്ബറിൻ്റെ മൻസബ്ദാരി സിസ്റ്റത്തെക്കുറിച്ച്, സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഈ കൃഷ്ണദേവരായരുടെ അഥവാ വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. മറ്റേതെന്താണ്? ഉദ്യോഗസ്ഥരുടെ കീഴിൽ സൈനിക വ്യൂഹമാണ്. ഇതും ഏകദേശം അതേപോലെ തന്നെയാണ്. അപ്പോൾ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സൈന്യത്തിൻ്റെ മേധാവികൾ അവരറിയപ്പെട്ടിരുന്നത് അമരനായകന്മാർ എന്ന പേരിലാണ്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. അപ്പോൾ ഈ ഭൂമിയൊക്കെ ഇവർക്കായിട്ട് രാജാവ് അനുവദിച്ച് നൽകിയിരുന്നു. ആർക്ക്? ഈ സൈന്യത്തിൻ്റെ തലവന്മാരായ അമരനായകന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭൂമി പ്രദേശങ്ങളൊക്കെ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഈ അമരനായകന്മാരുടെ കീഴിലുള്ള ഭൂമികളൊക്കെ അമര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. അമരനായകന്മാരുടെ കീഴിലുള്ള പ്രദേശങ്ങളുടെ എല്ലാം ഭരണം നിർവഹിച്ചിരുന്നത് ഇവർ തന്നെയായിരുന്നു, അമരനായകന്മാർ തന്നെയായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. ഇവർക്ക് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ, അതായത് ഇവരുടെ കീഴിലുള്ള ഈ ഭൂമികളിലേക്ക് നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ഈ അമരനായകന്മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഈ പിരിച്ചു കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു നിശ്ചിത തുക അവർ രാജാവിന് നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ അമരനായകന്മാർക്ക് ഈ ഭൂമി മാത്രമല്ല, പിന്നെയോ അവർക്ക് നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ. അപ്പോൾ കാലാളുകളുണ്ടായിരുന്നു, കുതിരകളുണ്ടായിരുന്നു, ആനകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു നിശ്ചിത എണ്ണം ഇതെല്ലാം ഇവർ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അതായത് അമരനായക സിസ്റ്റം. അക്ബറിൻ്റെ കാലത്തെ മൻസബ്ദാരി സിസ്റ്റം പോലെ ഏകദേശം ഉള്ള ഒരു സിസ്റ്റമാണ് അമരനായക സംവിധാനം അഥവാ അമരനായക സിസ്റ്റം. ഇപ്പോൾ വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായിട്ട് ഭൂമിയൊക്കെ വിട്ടുകൊടുത്തിരുന്നു, അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
അവർ തന്നെയാണ് ഈ പ്രദേശങ്ങളിലെ നികുതി പിരിച്ചിരുന്നത്. അതിലൊരു നിശ്ചിത തുക രാജാവിന് നൽകിയിരുന്നു. പിന്നെയോ ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സിസ്റ്റം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്. മാൻസബ്ദാരി അമരനായക സമ്പ്രദായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പട്ടികപ്പെടുത്തുക. അപ്പം അക്ബറിൻ്റെ മാൻസബ്ദാർ സിസ്റ്റം എന്താണെന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു തന്നതാണ്. ആ പാരഗ്രാഫും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ അമരനായക സിസ്റ്റത്തെക്കുറിച്ചുള്ള പാരഗ്രാഫും എഴുതുക. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അതാണ്. അടുത്തത് സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി, അതായത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. നമ്മൾ മുഗൾ ഭരണകാലത്തിലെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഇനി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. വിജയനഗര സമൂഹത്തിൽ എങ്ങനെയായിരുന്നു? വിവിധ തരത്തിലുള്ള ജാതിയും മതവും എല്ലാം ഉണ്ടായിരുന്നു. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൻ്റെ മേധാവിത്വം ഉണ്ടായിരുന്നത്, അല്ലേ? ബ്രാഹ്മണർക്കായിരുന്നു. അവിടെ മുഗൾ രാജവംശത്തിൽ എങ്ങനെയായിരുന്നു? അവിടെ രാജാവ് തന്നെയായിരുന്നു പരമാധികാരി. ഇവിടെ ബ്രാഹ്മണരായിരുന്നു മേധാവി. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ പൂജാരികളായിരുന്നല്ലോ ഈ ബ്രാഹ്മണർമാർ. ഇവർക്ക് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിലെ വരുമാനം. ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് ഭൂമിയൊക്കെ രാജാവ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നിന്നുള്ള വരുമാനം എല്ലാം എടുത്തിരുന്നത് ഇവരായിരുന്നു, ഈ ബ്രാഹ്മണരായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരായിരിക്കുമല്ലോ പൂജാതി കർമ്മങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും എല്ലാം നേതൃത്വം നൽകിയിരുന്നത് അവരായിരുന്നു. പിന്നെ സമൂഹത്തിലെ അടുത്ത വിഭാഗം എന്ന് പറയുന്നത്, മറ്റ് വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ്. കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ. അപ്പോൾ ട്രേഡും അഗ്രികൾച്ചറും മറ്റേ ഹാൻഡിക്രാഫ്റ്റ്സും ഒക്കെ അടുത്ത താഴേക്കിടയിലുള്ളവർ, അതായത് ബ്രാഹ്മണർ കഴിഞ്ഞാൽ മറ്റു വിഭാഗക്കാർ കൃഷിക്കാർ, കച്ചവടക്കാർ, കൈത്തൊഴിലുകാർ എന്നിവരൊക്കെയായിരുന്നു. പിന്നെയോ രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ രാജകൊട്ടാരത്തിലെ രാജകീയ കണക്കുകൾ, രാജാക്കന്മാരുടെ കണക്കുകൾ തയ്യാറാക്കാൻ സ്ത്രീകളെ ഏർപ്പെടുത്തിയിരുന്നു, അവരുടെ സേവനം ഉപയോഗിച്ചിരുന്നു. പിന്നെ പൂന്തോട്ടം അലങ്കരിക്കാനും ഈ സ്ത്രീകളുടെ സേവനങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. സമ്പന്നർ എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ, അങ്ങനെയുള്ളവർ, ഒരുപാട് പണമുള്ള ആളുകൾ, സമ്പന്നർ, അവരുടെ ഇടയിൽ ബഹുഭാര്യാത്വം. എന്താ ബഹുഭാര്യാത്വം എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ ഭാര്യമാർ. അവർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാമായിരുന്നു. അവർക്ക് 4, 5, 6 എല്ലാ ഭാര്യമാരുണ്ടായിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. ശൈശവ വിവാഹം എന്താ? ചൈൽഡ് മാരേജ് എന്ന് വെച്ചാൽ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ 10, 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചിരുന്നു എന്ന്. പിന്നെ സതി സമ്പ്രദായം പഠിച്ചിട്ടുള്ളതല്ലേ? അതായത് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവിനെ ചിതയിൽ വെക്കുമ്പോൾ ഭാര്യയും ആ ചിതയിൽ ചാടി ആത്മാഹൂതി ചെയ്യണം. അങ്ങനെയൊക്കെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ സതി സമ്പ്രദായം, ശൈശവ വിവാഹം, പിന്നെ ബഹുഭാര്യാത്വം, ഇതെല്ലാം സമ്പന്നരുടെ ഇടയിലും സമൂഹത്തിലും നിലനിന്നിരുന്നു. അടുത്തത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് എഴുതിയ കാര്യങ്ങളാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അപ്പോൾ ഈ വിജയനഗര രാജ്യത്തെക്കുറിച്ച് ഡൊമിംഗോ പയസ് എന്ന പോർച്ചുഗീസ് സഞ്ചാരി എഴുതിയ വരികളാണിത്. അദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പിലെ വരികളാണിത്. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്ന ഡൊമിംഗോ പയസ് അദ്ദേഹം എഴുതിയതാണ്.
മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അപ്പോൾ ഒരുപാട് വ്യാപാരികൾ തെരുവിലുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ അവിടെ മാണിക്കക്കല്ല്, മരതകം, പവിഴം, മുത്തുകൾ, തുണിത്തരങ്ങൾ ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ പിന്നെയോ ഇത് കൂടാതെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി ഇവയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അങ്ങാടികളിൽ, ഈ തെരുവിൽ വില കൂടിയ വസ്തുക്കളും വില കുറഞ്ഞ വസ്തുക്കളും എല്ലാം ധാരാളം വിൽപ്പനയ്ക്ക് വച്ചിരുന്നതായി ഡൊമിംഗോ പയസ് എന്ന പോർച്ചുഗീസ് ട്രാവലർ പറയുന്നു. അപ്പോൾ ഈ സഞ്ചാരക്കുറിപ്പ് വായിച്ചിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. അപ്പോൾ വിജയനഗര സാമ്രാജ്യം സമ്പത്തിലും പ്രൗഢിയിലും എല്ലാം മുമ്പിലായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സഞ്ചാരികൾ ഈ രാജ്യം സന്ദർശിച്ചിരുന്നു. ഇവരെല്ലാം ഈ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. മുഗൾ ഭരണത്തിലും പ്രധാന തൊഴിൽ കൃഷി തന്നെയായിരുന്നു അല്ലേ. പിന്നെയോ സിൽക്ക് പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. അവർ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ്. വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പം ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചുറ്റും കുറേ വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. വെള്ളമില്ലാതെ വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം 15ാം നൂറ്റാണ്ടോടുകൂടി പുഷ്ടിപ്പെടുത്തി, അത് ജലസേചന യോഗ്യമാക്കി. അപ്പോൾ അതിനുവേണ്ടി കമലാപുരം കുളം, പിന്നെ ഹിരിയ കനാൽ, പിന്നെയോ തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള അണക്കെട്ടും ഇതൊക്കെ നിർമ്മിച്ചതുകൊണ്ട് ഈ കാർഷിക മേഖല, ഈ വരണ്ടെടുക്കുന്ന പ്രദേശത്തൊക്കെ കൃഷി ഉണ്ടായി. അവിടെയെല്ലാം കൃഷി ചെയ്തു. കാർഷിക മേഖല മെച്ചപ്പെട്ടു അഥവാ പുഷ്ടിപ്പെട്ടു. അടുത്തത്, ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഭൂമിയൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി, സർവേ ചെയ്തു അളന്ന് തിട്ടപ്പെടുത്തി ഭൂമിയുടെയൊക്കെ നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. രാജവാഴ്ചയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, എന്നാലും രാജവാഴ്ചയിൽ വന്ന ഗവൺമെൻറ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഭൂനികുതി, പിന്നെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, പിന്നെ കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ. കുറ്റം ചെയ്താൽ പിഴ കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള പിഴകളും ലൈസൻസ് ഫീസുകളും വീട്ടുനികുതിയും ഭൂനികുതിയും തൊഴിൽ നികുതിയും ഒക്കെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അടുത്തത്, വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. പിന്നെയോ കൃഷി കൂടാതെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിട്ട് തന്നെ വികാസം പ്രാപിച്ചു ഈ വിജയനഗരം. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. അപ്പം ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ ഈ വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. അപ്പോൾ ആ സമയം ഭരിച്ചിരുന്ന ഭരണാധികാരികളൊക്കെ വിദേശ വ്യാപാരത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകിയിരുന്നു. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. അപ്പോൾ ആർക്കായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്? പോർച്ചുഗീസുകാർക്കും അറബികൾക്കും. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി വ്യാപാരം നടന്നിരുന്നു. ചൈനയുമായിട്ടും ശ്രീലങ്കയുമായിട്ടും വ്യാപാരം നടന്നിരുന്നു. വിദേശ രാജ്യങ്ങളായ പോർച്ചുഗീസും അറബികളുമായിട്ടും വ്യാപാരം നടന്നിരുന്നു. വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരും അറബികളുമായിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു ഈ കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത്. അതായത് അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു.
കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. അപ്പോൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനം എന്ന് പറയുന്നത് കുതിരകളായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ഈ പ്രാദേശിക കച്ചവടക്കാർ, അതായത് കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക ലോക്കൽ ട്രേഡേഴ്സ്, അവരൊക്കെ അറിയപ്പെട്ടിരുന്നത് കുതിരച്ചെട്ടികൾ എന്നായിരുന്നു. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നീട് അറബികൾക്കായിരുന്നു കുത്തകയെങ്കിലും, കുതിര വ്യാപാരത്തിൽ അറബികൾക്കായിരുന്നു കുത്തകയെങ്കിലും പിന്നീട് പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. വ്യാപാരത്തിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുമല്ലോ ഫോറിൻ ട്രേഡേഴ്സൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനമെല്ലാം, ഇൻകമെല്ലാം രാഷ്ട്രത്തിൻ്റെ ഇക്കണോമിയെ ശക്തിപ്പെടുത്തി, ഇക്കണോമിയെ സ്ട്രെങ്താക്കി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഈ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ചൈനീസ് മൺപാത്രങ്ങളെല്ലാം ലഭിച്ചിരുന്നു ഖനനം വഴി. അപ്പോൾ അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത പേജിൽ 2 ടെമ്പിൾസ്, സാംസ്കാരികം ഭാഗമായിട്ട് 2 ടെമ്പിൾസിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹസാര രാമക്ഷേത്രം, ഹംപിയിലെ ഹസാര രാമക്ഷേത്രം കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ കൊടുത്തിരിക്കുന്ന വിത്തല സ്വാമി ക്ഷേത്രം, വിത്തല സ്വാമി ടെമ്പിൾ, ഹംപിയിലെ ഹസാര രാമ ടെമ്പിളും ഹംപിയിൽ തന്നെ വിത്തല സ്വാമി ടെമ്പിളും. അപ്പോൾ ഇത് രണ്ടും ചിത്രങ്ങൾ നിരീക്ഷിക്കുക. അടുത്തത് സാംസ്കാരിക രംഗത്തെക്കുറിച്ചാണ്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. അപ്പോൾ സാംസ്കാരിക രംഗത്തും വലിയ പുരോഗതി കൈവരിച്ചു. മുഗൾ ഭരണത്തിലും സാംസ്കാരിക സമന്വയം പറഞ്ഞല്ലോ. അപ്പോൾ വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. അപ്പോൾ സാംസ്കാരിക രംഗത്തും വലിയ പുരോഗതി ഉണ്ടായി. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. അതായത് വേദങ്ങൾ പഠിക്കുവാനും ശാസ്ത്രങ്ങൾ പഠിക്കുവാനും വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. പിന്നെയോ കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം. അപ്പോൾ കലയ്ക്ക് വേണ്ടി, വാസ്തുവിദ്യയ്ക്ക് വേണ്ടിയും ശില്പകലയ്ക്ക് വേണ്ടി സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിലെല്ലാം അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. അപ്പോൾ ഈ കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ അവർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ ശില്പരീതി എന്ന് പറയുന്ന, ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ്രാവിഡ ശില്പരീതി. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. ഈ വിജയനഗര ശില്പകലയുടെ അവിടുത്തെ ആർക്കിടെക്ചറിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ. ഗോപുരങ്ങൾ, ഈ ഗോപുരം കടന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. അപ്പോൾ ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങൾ, ഇതായിരുന്നു വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. വിരൂപാക്ഷ ടെമ്പിൾ ആൻഡ് ലോട്ടസ് മഹൽ ടെമ്പിൾ, ഇവ രണ്ടും ഹംപിയിൽ ചിത്രം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വിരൂപാക്ഷ ക്ഷേത്രം ആൻഡ് ലോട്ടസ് മഹൽ, ഹംപിയിലായിരുന്നു 2 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്തത്. ഹസാര ടെമ്പിളും വിത്തല ടെമ്പിളും വിരൂപാക്ഷ ടെമ്പിളും ലോട്ടസ് മഹലും എല്ലാം ഹംപിയിലാണ് സ്ഥിതി ചെയ്തിരുന്നു, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയിൽ. സാഹിത്യ രംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. അപ്പോൾ സാഹിത്യ രംഗത്ത്, ലിറ്ററേച്ചറിലും ഇക്കാലത്ത് വളരെയേറെ പ്രോഗ്രസ് കൈവരിച്ചു. തെലുങ്ക് ലിറ്ററേച്ചറാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അത് ഈ കാലത്താണ്. അപ്പം സംസ്കൃതത്തിലെ വിവിധ കൃതികൾ
പ്രാദേശിക ഭാഷകളിലേക്കെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ സംസ്കൃത ഭാഷയിലുള്ള കൃതികളെല്ലാം നിരവധി പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ അധ്യായം, ഈ ചാപ്റ്റർ തീർന്നു. തുടർ പ്രവർത്തനങ്ങളുണ്ട്. അത് വിജയനഗര ഭരണകാലത്തെ സാംസ്കാരിക സംഭാവനകൾ സംബന്ധിച്ച ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അത് ചെയ്യുക. അപ്പോൾ ചിത്രങ്ങൾ ശേഖരിക്കുക, ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പിന്നെ അക്ബർ, കൃഷ്ണദേവരായർ എന്നിവരുടെ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ മാതൃകാപരമായിരുന്നു. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സംഭാവനകൾ താരതമ്യം ചെയ്ത് സെമിനാർ സംഘടിപ്പിക്കും. അപ്പോൾ വിവിധ മേഖലകളിൽ അക്ബർ, കൃഷ്ണദേവരായർ വിവിധ മേഖലകളിൽ അവർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. അതെല്ലാം സൂചനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക. അപ്പോൾ സൂചനകൾ ഭരണരീതിയെക്കുറിച്ച് എഴുതാം, സംസ്കാരത്തെക്കുറിച്ച് എഴുതാം, സമ്പത്ത്, നീതിന്യായം, ഇതെല്ലാം നമുക്ക് ആ പാരഗ്രാഫുകൾ അങ്ങനെ തന്നെ വായിച്ചിട്ട് ഒരു സെമിനാറായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തത് മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഗൾ ഭരണത്തിലെയും വിജയനഗര ഭരണത്തിലെയും അവരുടെ ഭരണത്തിൻ്റെ പൊതു സവിശേഷതകളും കോമൺ ഫാക്ടേഴ്സ് എല്ലാം താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് ആ കോളം പൂർത്തിയാക്കുക. അപ്പോൾ മുഗൾ ഭരണത്തിൽ ആദ്യം ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, രാജവാഴ്ച. മുഗൾ ഭരണം രാജവാഴ്ചയായിരുന്നു, വിജയനഗരവും രാജവാഴ്ചയായിരുന്നു. അടുത്ത് നമുക്ക് എന്ത് പറയാം, കൃഷി അല്ലേ, അവിടെയും കൃഷി തന്നെയായിരുന്നു. വരുമാന മാർഗ്ഗം ഇവിടെയും കൃഷി തന്നെയായിരുന്നു. പിന്നെ കച്ചവടം, പിന്നെ മതസഹിഷ്ണുത. ഈ രണ്ട് കാലഘട്ടത്തിലെ രാജാക്കന്മാർ മതസഹിഷ്ണുതയ്ക്ക് പേര് കേട്ടവരായിരുന്നു. പിന്നെയോ ഈ മൻസബ്ദാർ സിസ്റ്റം, ഈ സൈനിക വ്യൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അമരനായകന്മാർ, അതെല്ലാം നമുക്ക് കോളത്തിൽ എഴുതാം. അപ്പോൾ കോളത്തിൽ എഴുതുമ്പോൾ രാജവാഴ്ച, കൃഷി, കച്ചവടം, മതസഹിഷ്ണുത, സൈന്യം, ഇതെല്ലാം ഈ കോളത്തിൽ എഴുതുക. പിന്നെ മുഗൾ ഭരണകാലത്ത് വിവിധ മേഖലകളിലുണ്ടായ സമന്വയത്തെ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ പുതിയ സിലബസ്, അതായത് ഈ 2024-25 വർഷത്തെ പുതിയ സിലബസ്, ആദ്യത്തെ പാഠം മധ്യകാല ഇന്ത്യ തീർന്നു. പുസ്തകം നന്നായി വായിക്കുക. ഈ ആൻസറുകളെല്ലാം നമുക്ക് പുസ്തകത്തിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പുസ്തകം എല്ലാവരും വായിക്കുക. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടൻ വരാം. നന്ദി.